ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഈ സോൾവർ ഗ്യാങ് അവരുടെ കയ്യിൽ മാത്രമേ മൊബൈൽ വെച്ചിട്ടുള്ളൂ. വന്ന കുട്ടികളുടെ കയ്യിൽ ആരുടെ അടുത്ത് മൊബൈൽ കൊടുത്തിട്ടില്ല. മൊബൈൽ ഇല്ലാതെ വരണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെ മൊബൈൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരും പൈസ അടയ്ക്കാത്ത കുട്ടികൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയല്ലേ. അപ്പോൾ മൊബൈൽ കൊണ്ടുവരാൻ വേണ്ടി വലിയ സോൾവർ ഗ്യാങ്ങിൻ്റെ കയ്യിൽ മാത്രമേ ഒരു ഹസാരിബാഗ് സോൾവ് ചെയ്തത് പാർട്ട്ണറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ആ മൊബൈൽ ഫോൺ റിക്വസ്റ്റ് ഇല്ല. അപ്പോൾ അത് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഉറപ്പുണ്ടോ എന്ന് വെച്ചപ്പോൾ ഉറപ്പില്ല എന്നുള്ളതാണ് CBI ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് ഫോറൻസിക് ലാബോറട്ടറിയിലെ എക്സാമിനേഷനാണ്. പക്ഷേ മൊബൈൽ ഫോൺ ഡിസ്ട്രോയിഡ് ആണ് എന്നാണ് പറയുന്നത്. അന്ന് രാവിലെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ആ സെൻട്രൽ സൂപ്രണ്ടന്റ് സിറ്റി കോർഡിനേറ്റർ OMR sheet will have the same number, my lord. കൊടുക്കുകയാണ് ചെയ്തത്. The OMR sheet and question paper are അത് ആ they come in the same കവർ package. തിരിച്ച് ലൈറ്റർ വെച്ചിട്ട് സീൽ ചെയ്യാണ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത്. സോ ഇത് ഒരു വലിയ വെളിപ്പെടുത്തലാണ് CBIയുടെ ഭാഗത്ത് നിന്ന്. അതിനുശേഷം അവരത് വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത് പ്രിന്റ് ഔട്ട് എടുക്കുകയാണ് ചെയ്തത്. പ്രോബ്ലം സോൾവ് ചെയ്തത് മൊത്തം ഹസാരിബാഗിലാണ്, ജാർഖണ്ഡിലെ ഹസാരിബാഗിലാണ് ചെയ്തത്. അവിടെ 8 പേരടങ്ങുന്ന സംഘമാണ്, കുട്ടികൾ, മെഡിക്കൽ സ്റ്റുഡന്റ് അടങ്ങുന്ന ആൾക്കാരാണ് പ്രോബ്ലം സോൾവ് ചെയ്തത്. എന്നിട്ട് ഇതിന്റെ പ്രിന്റ് ഔട്ടും 25 ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് പാട്നയിലേക്ക് വാട്സപ്പ് വഴി അയച്ചു. പക്ഷെ വാട്സപ്പ് വഴി അയച്ച ആ മൊബൈൽ ഫോൺ റിക്കവേർഡ് അല്ല. ഇനി വേറെ കുറച്ച് ഫോണുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതാണ് ഈ ക്രൈമിന് ഉപയോഗിച്ചതെന്നുള്ള ആരും ഉറപ്പില്ല. ഇനി അതിനകത്ത് വാട്സപ്പ് മെസ്സേജസ് ഉണ്ടെങ്കിൽ നമുക്കത് എവിടേക്ക് അയച്ചു എന്നുള്ളവരും പറയാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളവർ CBI പറഞ്ഞു. സോ ആൻഡ് അത് ഈ പറയുന്ന ഇവന്റ് നടക്കുന്നത് 1 മണിക്കൂർ 20 മിനിറ്റാണ് അവർക്ക് കിട്ടിയ സമയം എന്നാണ്. ഈ 1 മണിക്കൂർ എന്നുള്ള നാരോ വിൻഡോ കൊണ്ട് എത്ര അയക്കാൻ വേണ്ടി പറ്റും എന്നുള്ളവരെ അറിയില്ല. പക്ഷെ ഇവര് പങ്കെടുത്ത 25 കുട്ടികളുണ്ട്. ഈ 25 കുട്ടികളുടെ മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഇല്ലാതാണ് കൊണ്ടുപോയത്. ഹസാരിബാഗിലെ ഒരു സ്കൂളിൽ, ലേൺസ് സ്കൂൾ, ഇംഗ്ലീഷ് സ്കൂൾ, അവിടെയാണ് നടന്നത്. അവിടെ 3 നിലകളിൽ, ഒരു നിലയിൽ പെൺകുട്ടികൾ, രണ്ടാമത്തെ നിലയിൽ ആൺകുട്ടികൾ, മൂന്നാമത്തെ നിലയിൽ പ്രോബ്ലം സോൾവിങ് ആൾക്കാർ വരെ ഇരുന്നിട്ടുണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഇനി പാട്ന ബീഹാറിലാണ്, അടുത്ത സംസ്ഥാനത്തിലാണ്. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ പെൺകുട്ടികളെ മാത്രം ഈ പറയുന്ന ഗ്യാങ് മെമ്പേഴ്സിൻ്റെ ഒരാളുടെ വീട്ടിലാണ് താമസിപ്പിച്ചത്. പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്ന് ബോയ്സിനെ മൊത്തം ഒരു ബോയ്സ് ഹോസ്റ്റലിലാണ് നിർത്തിയത്. എന്നിട്ട് അങ്ങോട്ടേക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയും ചെയ്തത്. എന്നിട്ട് ഈ കുട്ടികളെ 3 പേരെ ഒരുമിച്ചിരുത്തിട്ട്, അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഓരോരോ പേജായിട്ടാണ് സോൾവ് ചെയ്തത്. ആദ്യം ബയോളജി സോൾവ് ചെയ്യും. ഇപ്പോൾ ഒരു പേപ്പർ സോൾവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 2-3 പേര് ഒരുമിച്ചിരുത്തിയിട്ട് മെമ്മറൈസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ 12:30യോട് കൂടിയിട്ട് ഈ പറയുന്ന ഉത്തരങ്ങൾ പഠിക്കാനിരിക്കുന്ന സെൻറ്ററുകളിൽ നിന്ന് നേരെ അവരുടെ എക്സാം സെൻറ്ററിലേക്ക് പോയി. കാരണം അവർക്ക് 1:30 എക്സാം സെൻറ്ററിൽ കയറേണ്ടതാണല്ലോ. അതിനുശേഷം ഇവർ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത സാധനങ്ങൾ, സോൾവ് ചെയ്ത പേപ്പറുകൾ കൂട്ടിയിട്ട് കത്തിച്ചു. ആ കത്തിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ CBIക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കോഡ് ഉപയോഗിച്ചിട്ട് അത് ഈ പറയുന്ന ഹസാരിബാഗിലുള്ള സ്കൂൾ, ആ എക്സാം സെൻറ്റർ ഏതാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ആ എക്സാം സെൻറ്ററിലെ ഒരു കുട്ടിക്ക് പൊട്ടിച്ച പേപ്പറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കുട്ടി ആ സമയത്ത്, അങ്ങനെ ആരുടെയെങ്കിലും സീൽ ഓപ്പൺഡ് ആണെങ്കിൽ അന്നേരം ഇൻവിജിലേറ്റർ അറിയിക്കണം എന്നുള്ളതാണ്. ഇതുവരെ 4 കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ വേറെ ലൊക്കേഷൻസ് ഒട്ടോ ഇല്ലോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അത് പ്രധാനപ്പെട്ട ആളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഒരാൾ സ്ട്രോങ് റൂമിനകത്ത് കയറി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടി പൊട്ടിക്കാനുള്ള ടൂൾ കിറ്റ് ഈ സെൻറ്റർ കോർഡിനേറ്റർ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സെൻറ്റർ ലോക്ക് റൂം തുറക്കുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ഇയാൾ വെറും കൈയോടെ കയറി അതിൻ്റെ ഉള്ളിലിരുന്ന ടൂൾ കിറ്റ് എടുത്തിട്ട് ഈ പെട്ടി തുറന്ന് സാധനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വെറും കൈയോടെ ഇറങ്ങി വന്നു. രാവിലെ 8:02 അയാൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് 9:23 പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇയാളുടെ കയ്യിലൊന്നുമില്ല. കാരണം ടൂൾ കിറ്റ് ഓൾറെഡി അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് പൊട്ടിച്ച് സാധനം തുറന്ന് സാധനം ഫോട്ടോ എടുത്ത് തിരിച്ച് അതുപോലെ തന്നെ പോസ്റ്റ് വെച്ചിട്ടാണ് ഇയാൾ തിരിച്ചിറങ്ങി വന്നത്. പ്രധാനപ്പെട്ട പ്രതികൾ ഒളിവിലാണ്. 2-3 ആൾക്കാർ ഒളിവിലാണ്. അവരെ അറസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ആൻഡ് ഇതിപ്പോ ഈ 45 മിനിറ്റ് എന്തായാലും സാർമാർ ചോറിനാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇതൊരു വലിയ ട്വിസ്റ്റിലേക്കാണ് ഈ സംഗതി പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ടേൺ. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അതിൻ്റെ ഗുട്ടൻസ് പിടിയിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അറിയില്ല. ആദ്യമായിട്ടാണ് ഈ കേസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നുണ്ടാവാം. എന്താണ് കേസ് അന്വേഷിക്കുന്നത്, എങ്ങനെയാണ് കേസ് അന്വേഷണം നടക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് റിപ്പോർട്ടാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. CBI പറയുന്ന കഥ ഇങ്ങനെയാണ്. ശേഷം തിരിച്ചിറങ്ങുന്നത് 9:23 അത്രയും സമയം എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫോട്ടോ പങ്കിട്ടിട്ട് ഫോണിലേക്ക് എടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച് അതുപോലെ തന്നെ കവറിൽ വെച്ചിട്ട് ഈ കവറിനെ അയാളുടെ സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ചിട്ട് വീണ്ടും സീൽ ചെയ്ത് തിരിച്ച് അവിടെ വെക്കുക ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടി കണ്ടിട്ടുണ്ട് അവരുടെ ഈ പ്ലാസ്റ്റിക് കവർ ടയേർഡ് ആയിരുന്നിട്ട് സീൽ ചെയ്തിട്ട്. പക്ഷെ ആ കുട്ടി റിപ്പോർട്ട് ചെയ്തില്ല അൺഫോർച്ചുനേറ്റ്ലി.
എന്നിട്ട് എന്തെന്ന് വെച്ചാൽ പങ്കജ് എന്ന് പറയുന്ന ആള് 9:23 8:02 കയറുന്നതിന്റെ 9:23 പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അവൈലബിൾ ആണ്. ആ പങ്കജ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ഇത് ഹസാരിബാഗിൽ തന്നെ ഒരു സെന്ററിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ആളുകൾ നിയോഗിച്ചിരുന്നു. അവരുടെ അടുത്തുള്ള അയാളുടെ പങ്കാളിയുടെ ഇതിലേക്ക്, അതായത് പങ്കജിന്റെ ഈ ഗ്യാങ്ങിലുള്ള ആളിലേക്ക് എന്ത് ചെയ്തു, വാട്സാപ്പ് വഴിയിട്ട് അയച്ചു കൊടുത്തു. അയാൾ അതിന്റെ പ്രിന്റ് എടുത്തിട്ട് അത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തു. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആളുകൾ 8 ആളുകളുണ്ട്, ഡിവൈഡ് ചെയ്തിരുന്നിട്ട് ഓരോ പേജ് ഓരോരുത്തർ വീതമായിരിക്കും സോൾവ് ചെയ്തിട്ടുണ്ടാവുക. ആദ്യം ബയോളജി തീർന്നു. അപ്പോൾ തീരുന്ന സാധനങ്ങൾ വീണ്ടും സ്കാൻ ചെയ്ത് അതിന്റെ ഈ ഫയലാക്കിയിട്ട് ഹസാരിബാഗിലുള്ള 2 സെന്റേഴ്സിലേക്കും പാട്നയിലുള്ള 2 സെന്റേഴ്സിലേക്കും മൊത്തം 4 സ്ഥലങ്ങളിലേക്ക് ഈ സാധനം അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടുന്ന മുറയ്ക്കാണ് കുട്ടികളെ കൂട്ടമായിട്ട് ഇരുത്തിട്ട് മെമ്മറൈസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കോടതി ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ പങ്കജ് എന്ന് പറഞ്ഞ ആള് ഇയാൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഇനി ഈ പറയുന്നത് കിട്ടിയിട്ട് ഈ സ്കാൻഡ് കോപ്പീസ് അപ്ലോഡ് ചെയ്ത് സപ്ലൈ ചെയ്ത ആളുണ്ട്, അയാളിത് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഇവരുടെയൊക്കെ മൊബൈൽ ഐഡന്റിഫൈഡ് ആണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. മൊബൈൽ കിട്ടിയിട്ടില്ല, അതിനുള്ള ഫോറൻസിക് എവിഡൻസ് ഇല്ല, മറ്റാൾക്കാർക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ സോളിസിറ്റർ ജനറൽ വാദിക്കുന്നതിന് ആകെ 2 മണിക്കൂർ സമയം കിട്ടിയിട്ടുള്ളൂ. ഈ 2 മണിക്കൂർ സമയം കൊണ്ട് ഇവർക്ക് അധികമൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇത് പരക്കെ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം പൈസ അടച്ചവർക്ക് മാത്രം അയച്ചു കൊടുത്താൽ മതി. പൈസ കളക്ട് ചെയ്തതിൻ്റെ രീതിയും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ട കുട്ടികൾ ആദ്യം ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ കൊണ്ടുപോയി താമസിപ്പിക്കും, ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും, ഇത് പഠിപ്പിക്കും. ആൻഡ് എക്സാമിന് പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിൽ വന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കിട്ടുന്നുണ്ടാവുക. ഈ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ എക്കണോമിക് ഒഫൻസീവ് യൂണിറ്റ് ബീഹാർ പോലീസിൻ്റെ അവരത് റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഈ പ്രതികൾക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുണ്ട്. പക്ഷേ ഈ പ്രതികൾ വേറെ ആർക്കും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിന് മൊബൈൽ റിക്കവേർഡ് അല്ല, ഫോറൻസിക് തെളിവുകളില്ല. ഇവരോട് ഇൻറ്ററോഗേറ്റ് ചെയ്തപ്പോൾ, ഇവരെ ചോദ്യം ചെയ്തപ്പോൾ മറ്റാർക്കും കൊടുത്തിട്ടില്ല എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് CBIയുടെയും പോലീസിൻ്റെയും കയ്യിലുള്ള ഒരു സാധനമുള്ളത്. അപ്പോൾ ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിങ്സ് ആർ ഗോയിങ് ഇൻ അനദർ വേ, വേറൊരു രീതിയിലേക്കാണ്, വേറൊരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സംശയിക്കാനോ വേറെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സോ എനിഹൗ നമ്മുടെ ഈ കേസ് ഒരു പുതിയ ടേണിലേക്ക് പോകും എന്നുള്ള കാര്യം, അതായത് വൈഡ് സ്പ്രെഡ് ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റി തെളിവ് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻ എ ബിഗ് ട്രബിൾ എന്നുള്ളതാണ് പറയാനുള്ളത്.